നമസ്കാരം. അംശി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. A very good morning to all of you. പ്രായപരിധി ഇല്ലാതെ മറുനാടൻ മലയാളികളെ തേടിയെത്തിയ അംചി മുംബൈ കാ അപ്ന റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയ്സ് 2016ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ ഏവർക്കും സുസ്വാഗതം. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ഉത്തര ഉണ്ണി. പൊതുവെ പഴയ ജനറേഷൻ ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് വേദികൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്നു, റിയാലിറ്റി ഷോസ് ഉണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അംചി മുംബൈയുടെ പ്രായപരിധി ഇല്ലാത്ത ഗുഡ് വിൻ ഗോൾഡൻ വോയ്സ് എന്ന വേദി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീമതി മല്ലിക ഭരതൻ. മല്ലിക ചേച്ചിയല്ല, മാം അല്ല, ഒരു ടീച്ചറാണ് അവര്. അല്ലേ ചേച്ചി ടീച്ചർ? ഓക്കെ ഓക്കെ മാം, അപ്പൊ എന്താണ് ടീച്ചർ? ഐ തിങ്ക് വീണ ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഞാനൊരു വീണ ആർട്ടിസ്റ്റാണ്. ഓക്കെ, അപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. നാടൻ പാട്ട് പാടിയിട്ടുണ്ടോ പണ്ട്? നാടൻ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. ഇതാണ് ഈ വേദിയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടെ കുറേ കണ്ടസ്റ്റൻസ് ഫസ്റ്റ് ടൈം ആണ് നാടൻ പാട്ട് പാടുന്നത്. ജനാർദ്ദനൻ സർ ഇത്രയും നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ടുണ്ട്. ഇവരുടെ അടിച്ചു പൊളിക്കുന്ന ഒരു പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നു ഇവരൊന്നും ഫസ്റ്റ് ടൈം അല്ല പാടുന്നത്. അല്ല മല്ലിക ചേച്ചി ടീച്ചർ? ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, എനിവേസ് ഞങ്ങൾക്കറിയാം ടീച്ചർ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ എൻ്റെ ടീച്ചറെ ഒന്ന് വേദിയിലേക്ക് വിളിക്കുന്നു, ഗുരു പ്രസന്ന ടീച്ചർ. ചേച്ചിയുടെ ടീച്ചറാണ് അല്ലേ? മല്ലികയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും. സ്പെഷ്യൽ മൊമെന്റ് ആണ് അല്ലേ? ഒരു മല്ലിക മാമിന്റെ ടീച്ചറൊക്കെ ഇവിടെ വന്ന് അനുഗ്രഹിക്കുക, പെർഫോമൻസിന് മുമ്പേ അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ മൊമെന്റ് അല്ലേ? അപ്പൊ ഇനി ഒന്നും കൂടി എനർജി വരുമല്ലോ. ഇന്നും വന്നില്ലെൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ലെൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാണം തേടി മല കേറിപ്പോയെൻ്റെ മച്ചൂനാങ്ങള പൊന്നാങ്ങള. ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ലെന്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാണം തേടി മല കേറിപ്പോയെന്റെ മച്ചൂനാങ്ങള പൊന്നാങ്ങള. വേണ്ടാട്ട് പായിട്ടാണെങ്കിലും എൻ കരൾ വേണ്ടിയിട്ടാണെന്നു കൊതിച്ചു പോയി. വേണ്ടാട്ട് പായിട്ടാണെങ്കിലും എൻ കരൾ വേണ്ടിയിട്ടാണെന്നു കൊതിച്ചു പോയി. കണ്ണി പോയി ചന്നം ചിന്നും മഴ പോയി, കന്നി മലയ്ക്കു മകരം പോയി. കന്നി പോയി ചന്നം ചിന്നും മഴ പോയി, കന്നി മലയ്ക്കു മകരം പോയി. ഇന്നലെ വന്നില്ല, ഇന്നും വന്നില്ലെന്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാണം തേടി മല കേറിപ്പോയെന്റെ മച്ചൂനാങ്ങള പൊന്നാങ്ങള. ചങ്കും കറക്കി ചതിക്കൂടി കാക്കണ ശങ്കരനുപ്പാപ്പൻ ചത്തുപോയി. കണ്ണും കറക്കി ചതിക്കൂടി കാക്കണ ശങ്കരനുപ്പാപ്പൻ ചത്തുപോയി. സങ്കടമത്തനും തന്നും കൊണ്ടേ പോയി, ചങ്കിയിലെ മൈന പറന്നുപോയി. സങ്കടമത്തനും തന്നും കൊണ്ടേ പോയി, ചങ്കിയിലെ മൈന പറന്നുപോയി. ഇന്നലെ വന്നില്ല, ഇന്നും വന്നില്ലെന്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാ
നഞ്ചു കലക്കി കുടിച്ചു ചാകും. ഇന്നലെ വന്നില്ല ഇന്നും വന്നില്ലെന്ന് കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാണം കേടി മല കേറിപ്പോയെന്ന് മച്ചൂനാങ്ങള പൊന്നാങ്ങള. ഇന്നലെ വന്നില്ല ഇന്നും വന്നില്ലെന്ന് കണ്ണപ്പനാങ്ങൾ പൊന്നാങ്ങള. പെൺപാണം തേടി മല കേറിപ്പോയെന്ന് മച്ചൂനാങ്ങള പൊന്നാങ്ങള. ഇന്നലെ വന്നില്ല ഇന്നും വന്നില്ലെന്ന് കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള. പെൺപാണം തേടി മല കേറിപ്പോയെന്ന് മച്ചൂനാങ്ങള പൊന്നാങ്ങള. മച്ചൂനാങ്ങള പൊന്നാങ്ങള. മച്ചൂനാങ്ങള പൊന്നാങ്ങള. Malika ma'am. Very good. Beautiful. I am sure you must have enjoyed. Yes. അല്ലേ നെർവസ്നെസ് ഒക്കെ ഇപ്പൊ പോയല്ലേ? പോയി, തീർച്ചയായിട്ടും പോയി. ഇത്രയും നല്ല ജഡ്ജസ്, ഇത്രയും നല്ല സപ്പോർട്ട്, ഇത്രയും നല്ല ഓഡിയൻസ്, പിന്നെ എന്തിനാണ് നെർവസ്നെസ് ഒക്കെ അല്ലേ? ഹാപ്പി? വളരെ. ജഡ്ജസോട് ചോദിക്കാം. തീർച്ചയായും. ഓക്കെ, ഉത്തര മാം. ഹലോ മാം. Yes. ആദ്യം തന്നെ ഒരു ടീച്ചറെ ജഡ്ജ് ചെയ്യാൻ തൊക്കോടൊന്നും ഞാൻ ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഓരോരുത്തരും ആദ്യം വരുമ്പോൾ ടെൻഷനാണ്, നെർവസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യണു. അതിൻ്റെ പകുതി മാർക്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനും ബാക്കി പകുതി ജനാർദ്ദനൻ സാറിനും കൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ ശരിയാണ്. നമുക്ക് മെയിൻ ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. മല്ലിക ടീച്ചർ, ഞാനിവിടെ നോക്കുമ്പോഴത്തേക്കും ഓഡിയൻസിൽ ഒരു 5-6 പേര് അതിനിങ്ങനെ പാട്ടിങ്ങനെ ഏറ്റുപാടുകയായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവരിങ്ങനെ ഏറ്റുപാടുന്നു. അത്ര അവരുടെ ഹൃദയത്തിൽ പിടിച്ചൊരു പാട്ടാണ്, ഇടം തേടിയൊരു പാട്ടാണ്. അപ്പോൾ അത് അസലായിട്ട് പാടി. Thank you, sir. All the best. ജനാർദ്ദനൻ സർ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പാട്ട് കേട്ട സമയത്ത് വളരെയേറെ സന്തോഷമാണ്. കാരണം നിങ്ങളൊക്കെ ഇത് ഏറ്റു പാടുമ്പോഴാണ് ഇത് നിലനിൽക്കുന്നത്, പുനർജീവനം കൊള്ളുന്നത്. അതിൽ നാടൻപാട്ട് സംഘങ്ങൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷമുണ്ട്. ചേച്ചിയുടെ പാട്ട് നമ്മളുടെ കുടുംബ ബന്ധത്തെ അത് എന്താ പറയുക, അതിന് ഏറ്റുപിടിക്കുന്നതാണ്. നമ്മളുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അമ്മായി, അങ്ങനെ നമ്മുടെ വലിയച്ഛൻ, ചെറിയച്ഛൻ, അങ്ങനെ ബന്ധുക്കാർ, സ്വന്തക്കാർ, ഇതിൻ്റെ എല്ലാം ഒരു ആത്മബന്ധം സൃഷ്ടിക്കലാണ് നമ്മുടെ ഗ്രാമജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു കൂട്ടുകുടുംബമാകമാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് അത്ര കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിൽ ഏതെങ്കിലും സംഗീതം ഒന്ന് ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനോഹരമായ ജീവിതം വന്നു ചേരും. ചേച്ചിയുടെ പാട് ജീവിത തുടുപ്പാർന്ന ഗ്രാമീണ ജീവിതത്തിൻ്റെ തുടുപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് വളരെ അനേക ലക്ഷ്യങ്ങളിൽ ഒന്ന്. സോ ചേച്ചി വിൽ സീ ദ മാർക്സ്. ചോദിക്കട്ടെ? Okay, sir. ഓക്കെ, ഉത്തര മാം. 7 out of 10. Thank you. ശ്രീകുമാർ സർ. 35 out of 40. ജനാർദ്ദനൻ സർ. 45-ൽ 32. Thank you, sir. ഒരു സീനിയർ കണ്ടസ്റ്റന്റിന് ശേഷം അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ജൂനിയർ കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ആഫ്റ്റർ ദിസ് ഷോർട്ട് ബ്രേക്ക്. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഓൺ അംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. ഓഡിഷൻ റൗണ്ട്സിൽ ചക്രവർത്തിനി എന്ന പോലത്തെ അനശ്വരമായ ഒരു ഗീതം പാടി അടുത്ത റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പ്രണവ് ഇന്ന് വന്നിരിക്കുന്നത് തവം ഗ്രൂപ്പിന്റെ കൂടെ ചുവട് വെച്ച് അടിച്ചു പൊളിച്ച് പാടാനായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ. സോ ലെറ്റ്സ് വെൽക്കം പ്രണവ്. കുറച്ച് പേരും വന്നിരിക്കുക നമ്മുടെ അടുത്തേക്ക്. സോ പ്രണവ്, എത്ര സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ഇതുവരെ? കൊറേ ആയിട്ടുണ്ട്. കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? അതെ. ഓക്കെ, ടിവിയിലോ? ആദ്യമായിട്ടാ. ടിവിയില് ഫസ്റ്റ് ടൈം. അപ്പൊ ഈ ടിവിയിലൊക്കെ പാടുമ്പോ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? കോൺഫിഡന്റ് ആണല്ലേ? Confident. ഓക്കെ, അപ്പൊ പേടിക്കാണ്ട് പാടൂ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ, ഒരു അടിപൊളി പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പറയാം. Thank you. La la le la la le
ഹൈ 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 ലാ ലാ ലേ ഓ ലേ 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 കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കാക്കരച്ചിയും കണ്ണമീനും ചെമ്പാൻ ചോറും തിളച്ചു വരുമ്പോൾ കൈയിട്ടലക്കടി കണ്ണമ്മ തകലാലേ ലാലേ ലേ 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 ലാ ലാ ലേ ഓ ലേ 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 കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കാക്കരച്ചിയും കണ്ണമീനും ചെമ്പാൻ ചോറും തിളച്ചു വരുമ്പോൾ കൈയിട്ടലക്കടി കണ്ണമ്മ തകലാലേ ലാലേ ലേ 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 ലാലേ ഓ ലേ 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 കൂവാ കൂവാ നായ്ക്കുട്ടി நான் வளர்த்துற நாய்க்குட்டி வெள்ளிக்கிழமைக்கு சந்தைக்கு போறேன் வீட்டு பார்த்துக்கோ நாய்க்குட்டி ലാലേ ലാലേ ലേ 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 ലാ ലാ ലേ ഓ ലേ 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 கூவா கூவா நாய்க்குட்டி நான் வளர்த்துற நாய்க்குட்டி வெள்ளிக்கிழமைக்கு சந்தைக்கு போறேன் வீட்டு பார்த்துக்கோ நாய்க்குட்டி அங்கனே லாலாலே ലാലേ ലേ 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 லாலாலே ஓலலே ലേ 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 கல்லடி கோட்டு மலையில கல்லடி தான் பறையில வெள்ளி மலை கும்மி பாலே புள்ளி கூட்டம் இறங்கி நடி தகலாலே ലാലേ ലേ 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 லாலாலே ഓ ലേ 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 മുന്നുമുഴിയിൽ അടുപ്പ് കൂട്ടി പുട്ടുകൂടത്തില് പാല് കാച്ചി കാച്ചിയ മോര് പുളിക്കും വേടി തക കയ്യണ്ട മോര് കഷക്കും വേടി തകലാലേ ലാലേ ലേ 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 ലാലേ ഓ ലേ ഹൈ 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 ലേ 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 കണ്ണമ്മ കണ്ണമ്മ കറിയന്ത കാക്കരച്ചിയും കണ്ണമീനും ചെമ്പാൻ ചോറും തിളച്ചു വരുമ്പോൾ കൈയിട്ടലക്കടി കണ്ണമ്മ ലാലേ ലാലേ ലേ 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 ലാലേ ഓ ലേ 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 ലാലാലേ ലാലേ ലേ 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 ലാലാലേ ഓലലേ ലേ 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 ലാലാലേ ലാലേ ലേ 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 ലാലാലേ ഓലലേ ലേ 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 ലാലാലേ ലാലേ ലേ 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 ലാലാലേ ഓലലേ ലേ 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 ലാലേ ലാലേ ലേ 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 ലാലേ ഓലലേ ലേ 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 എന്താ എനർജി, എല്ലാവരും ഡാൻസ് എടുപ്പിച്ചു അല്ലേ? ഉഫ്, എനിക്ക് വയ്യ. ഓക്കെ, സോ ജഡ്ജസിനോട് ഓ ചുമക്കുന്നുണ്ടോ? സാരില്ല സാരി, അത്രയും എഫേർട്ട് എടുത്ത് പാടിയിട്ടുണ്ടല്ലോ. ഓക്കെ, നോ പ്രോബ്ലംസ്. ജനാർദ്ദനൻ സർ. പ്രണവ് എന്താണ് ഗംഭീരമാക്കിയല്ലോ, താങ്ക് യു അതിഗംഭീരമാക്കി. അതീവം വിശേഷിപ്പിക്കാം. അവിടെ വന്ന് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്ന് സ്റ്റേജിൽ വന്ന് കളിച്ചിട്ട് അദ്ദേഹം പോയത്. മോനെ ഈ പാട്ട് പാടിയത് പാലക്കാട് ജില്ലയിലെ കണ്ണകയാർ കളി എന്ന കലാരൂപമുണ്ട്. അതിലെ നാട്ടുപൊറാട്ടാണ് മോനിവിടെ അവതരിപ്പിച്ചത്. ഈ കണ്ണിയാർ കളിയിൽ വട്ടക്കളി എന്നൊരു പാട്ട് ഉണ്ട്. കണ്ണിയാർ കളിയിൽ തന്നെ വട്ടപ്പളി, അത് ദേവിക്ക് കേൾക്കാൻ വേണ്ടിയാണ്. പൊറാട്ട് എന്ന് പറയുന്നത് സമൂഹത്തിനെ സാധാരണക്കാർക്ക് രസിച്ച് അനുഭവിക്കാൻ വേണ്ടിയാണ് പൊറാട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പാണ്ഡ്യനഗരം ചുട്ടരിച്ച് വന്ന കണ്ണകിയുടെ കോപം അടക്കാൻ വേണ്ടി പാടിയ പാട്ടുകളാണ് അത്രേ കണ്ണകയാറുകളി എന്ന കണ്ണിയാറുകളി. കോപം അടക്കുക, ദേഷ്യത്തെ ഇല്ലാതാക്കുക, അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്ന സാധ്യമാക്കാവുന്ന ദിവ്യഭൂഷിതമാണ് സംഗീതം. അതിൽ മനോഹരമായി അവതരിപ്പിച്ചു പ്രണവ്. ഗംഭീരം. ഉത്തര മാം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, തകർത്തല്ലോ, എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി, നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു. ഓരോ വേർഡ്സും പറയുമ്പോൾ ഞാൻ മുഖത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു, നന്നായി പെർഫോം ചെയ്തു. ശ്രീകുമാർ സർ. പ്രണവൻ സർ എന്താ ശബ്ദം അത്? അടിപൊളി ശബ്ദം. ഇതാണ് ഇവിടെ വന്നിട്ട് പിച്ച് കൂട്ടി പാടിയാൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണിത്. അതാണ് ഇതിന്റെ എഫക്റ്റ്. എല്ലാവരും മറ്റുള്ളവർ കണ്ടുപിടിക്കണം. ഓൻ പിച്ച് കൂട്ടി ഇവിടെ വന്നിട്ട് പാടി, ഓൻ്റെ ഹയസ്റ്റ് പിച്ചിലാണ് പാടിയത്. അവിടെയാണ് ഫോക്കിന്റെ സുഖം അല്ലേ? അത് ഞങ്ങൾക്ക് കിട്ടി. പോരെ?
അതാണ് ഏറ്റവും വലിയൊരു സുഖം എന്ന് പറഞ്ഞത്. എന്താണ് explain ചെയ്യാൻ പറ്റുക? അതാണ് സുഖം. കേട്ട അസലായിരുന്നു ആ ശബ്ദവും ആ കൗതുകവും ആ ഒരു ചടുലമായ ആ നൃത്തവും ഇന്നസെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഫോക്ക് അല്ലേ? അത് നിർവചിക്കാൻ പറ്റില്ല. അതാണ് മോൻ. ഹാപ്പി ആയ കമന്റ്സ് ഒക്കെ നല്ല നല്ല കമന്റ്സ് ഒക്കെ കിട്ടില്ലേ? ഓക്കെ, അപ്പൊ മാർക്കും നോക്കാലോ. നോക്കാം. ജനാർദ്ദനൻ സർ 45-ൽ 41. ഉത്തര മാം 9 out of 10. ശ്രീകുമാർ സർ 42 out of 45.